നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 22, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ ഈ മാസത്തെ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ആദ്യ 4 ട്രേഡിംഗ് സെഷനിലുണ്ടായ നഷ്ടങ്ങൾ ഒരു പരിധിവരെ നികത്തുവാൻ സാധിക്കുകയുമുണ്ടായി. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. 1830.89 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 5722.89 കോടി രൂപയ്ക്കും ബൈയിങ് തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,200, 26,300 എന്നീ ലെവലുകളിലേക്കുള്ള പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,900 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 25,800 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടുമായിട്ട് മാറിയേക്കാം. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളിലെ വീക്ക്ലി ലോയായ 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇത് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. അതുകൂടാതെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഇന്നും ഒന്നും നിലനിൽക്കുന്നില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 1.25%, HDFC ബാങ്ക് ADRന് 2%-ലേറെയും, ICICI ബാങ്ക് ADRന് 0.25% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഇൻഫോസിസ് ADRന് 5.5%-അടുത്തും വിപ്രോ ADRന് 7%-അടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിൽ നിന്നും കഴിഞ്ഞ ദിവസം ബെറ്ററായിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ മാത്രമല്ല, അസഞ്ചറിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ പ്രതിഫലനവും വെള്ളിയാഴ്ചയും US മാർക്കറ്റില് തരംഗങ്ങൾ തന്നെ സൃഷ്ടിച്ചു. തൽഫലമായി S&P 500ന് 0.88% നേട്ടത്തോടുകൂടി നിലവിലെ റെക്കോർഡ് ഹൈയുടെ അടുത്തായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ നാസ്ഡാക്കിനും 1.25%-അടുത്ത് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി മാത്രമേ വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ശനിയാഴ്ച വെളുപ്പിനെ വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ ഉയർച്ച തന്നെയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക, 0.25%-അടുത്ത്. ഗോൾഡിന്റെ വിലയിലും ഉയർച്ച തന്നെയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.87 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $56.90 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,362.57 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 26 മുതൽ ഇന്ത്യൻ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓരോ 500 കിലോമീറ്ററിനും നോൺ AC ടിക്കറ്റുകൾക്ക് 10 രൂപയുടെ വർധനവാണ് നടപ്പിലാക്കുകയുണ്ടായത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.12 എന്ന നിലയിലും മാക്സ് പെയിൻ 25,950 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രവുമല്ല, ഒരാഴ്ചയിലേറെ കാലത്തിനു ശേഷം നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMI ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 52.07 എന്ന ലെവലിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. 25,900 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക.
വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി ലൈക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ ഇഎംഐകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വരികയുണ്ടായി. RSI 52.28 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. 59,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സുദീപ് ഫാമ Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇയർ ഓൺ ഇയർ ബേസിസിൽ പ്രോഫിറ്റിൽ 6.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 9.3% വർധനവും രേഖപ്പെടുത്തി. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കുന്നതിനായി ദീർഘകാല പാട്ടത്തിന് 1.168 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയുണ്ടായി. GE വെറോന T&D ഇന്ത്യ 2500 മെഗാവാട്ട് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറന്റ് VSC ടെർമിനൽ സ്റ്റേഷന്റെ രൂപകൽപ്പന, വിതരണം, നിർവഹണം എന്നിവയ്ക്കായി AESL പ്രൊജക്ട്സിൽ നിന്ന് കമ്പനിക്ക് ഒന്നിലധികം വർഷത്തെ കരാർ ലഭിക്കുകയുണ്ടായി. RITES ബോട്സ്വാനയിലെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും നവീകരണത്തിനുമായി റിപ്പബ്ലിക് ഓഫ് ബോട്സ്വാന സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സോമ ടെക്സ്റ്റൈൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഹോൾഡിംഗ് കമ്പനിയായ റോഡ്വേ സൊല്യൂഷൻസ് ഇന്ത്യ ഇൻഫ്രയിൽ നിന്ന് 281.8 കോടി രൂപയുടെ 2 നിർമ്മാണ പ്രവർത്തന ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ടാറ്റ കെമിക്കൽസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ കെമിക്കൽസ് ഇന്റർനാഷണൽ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള നൊവാബെയുടെ 100% ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 25 മില്യൺ യൂറോയ്ക്ക് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ഷെയർ പർച്ചേസ് കരാർ നടപ്പിലാക്കുകയുണ്ടായി. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റും ബയോഫ്യൂവൽ പദ്ധതികളും സ്ഥാപിക്കുന്നതിനായി കമ്പനി ഹിന്ദുസ്ഥാൻ വേസ്റ്റ് ട്രീറ്റ്മെന്റുമായി സംയുക്ത സംരംഭ കരാറിൽ ഏർപ്പെട്ടു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.